എന്തുകൊണ്ടാണ് ഇടുക്കി അണക്കര സ്വദേശിയായി ഈ 17കാരൻ ഇങ്ങനെ ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ കുട്ടിയെ മാറ്റി നിർത്തിയത്? എന്തുകൊണ്ടാണ് ഒരു പണിക്കാരൻ്റെ എന്ന പോലെ ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്തത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടട്ടെ. അതിൽ ഒരു മന്ത്രിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി അണക്കര സ്വദേശിയാണ് ഈ 17 വയസ്സുകാരൻ. നമ്മളോട് ഇപ്പോൾ നേരത്തെ സംസാരിച്ച കുട്ടി. ആ കുട്ടിയുടെ അമ്മ ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയിരുന്നു നേരത്തെ. ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. രാഹുൽ, ഈ അണക്കര സ്വദേശിയാണ് ഈ 17 വയസ്സുകാരൻ. പഠിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഈ പറയുന്ന അലൗ ഹിം ഗ്ലോബൽ വർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. എന്താണ് ആ കുട്ടിയുടെ അമ്മയ്ക്ക്, മാതാപിതാക്കൾക്ക് പറയാനുള്ളത്? ഏത് സാഹചര്യത്തിലാണ് അവർ ഈ കുട്ടിയെ ഈ അലൗ ഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് വിട്ടത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ജി.കെ, ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിക്രൂര മർദ്ദനം ആ കുട്ടിക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുട്ടിക്ക് ഭക്ഷണം പോലും കഴിക്കാനുള്ള ഒരു അവസ്ഥയിലേക്കായി വരുന്നതേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങാനൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, പേടിയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ആ കുട്ടി പോകണമെങ്കിൽ ആ മർദ്ദനത്തിന്റെ തീവ്രത എത്രത്തോളമായിരുന്നു, ആ കുട്ടി എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ മാതാവ് നമ്മളോടൊപ്പം ചേരുകയാണ്. യഥാർത്ഥത്തിൽ ഈ മാസം 11-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പക്ഷെ അത് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് പോകുന്നത് ഇന്നലെ മാത്രമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് ഉത്തരം അവർ തന്നെ പറയും. അതിന് ഭീഷണി ഉൾപ്പെടെ നേരിടേണ്ടി വന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെയാണോ? എന്തുകൊണ്ടാണ് ആദ്യ ദിവസങ്ങളിൽ പരാതി കൊടുക്കാതിരുന്നത്? ആദ്യം നമ്മൾ കൊടുക്കാതിരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അവിടുന്ന് മോനെ കൊണ്ടുവരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു, മോൻ ഇതിന്റെ സംബന്ധിച്ച് സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോനെ നമ്മൾ പുറംലോകം കാണിക്കത്തില്ല, അവന്റെ ഭാവി തന്നെ ഞങ്ങൾ ഇല്ലാതാക്കും, അവനെ കള്ളക്കേസിൽ കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ വന്ന് സിജോ എന്ന് പറയുന്ന ആളാണ് നമ്മളോട് അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ചത്. മറ്റേ റെജി എന്ന് പറയുന്ന മാനേജർ വന്നിട്ട് നമ്മളോട് ഒരു തമാശ രീതിയിൽ ഒരു രീതിയിൽ നമ്മളൊരു ഭീഷണിപ്പെടുത്തലായിരുന്നു. അപ്പം ഞാൻ വകവെച്ചില്ല. ഞാൻ പെട്ടെന്ന് നമുക്ക് മോനെ കൊണ്ടുവരാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം അതേപോലെ ഒരു അവസ്ഥയിലാണ് ഞാൻ അവനെ കണ്ടത്. നമ്മൾ ചെന്ന് അവനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവര് ഒരു 104 എന്ന് പറഞ്ഞ റൂമിൽ പോയി തട്ടി വിളിച്ച് അവനെ എഴുന്നേപ്പിച്ചു. വന്നപ്പോൾ അവൻ എന്നെ മനസ്സിലായില്ല. അവൻ ആദ്യം ഒന്ന് നോക്കി അവൻ പേടിച്ച് അവൻ വാതിലടക്കിയാ ചെയ്തേ. അത് കഴിഞ്ഞ് പിന്നെ അമ്മയാ വന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ ഓടി വന്ന് എൻ്റെ അനിയത്തിനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് നമുക്ക് പോകാം, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ മോനെ കൊണ്ടുപോവുക, ഇതിൽ ഇനി നിങ്ങൾ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം എൻ്റെ മോനെ എൻ്റെ കൂടെ പറഞ്ഞയക്കാൻ. മുഴുവൻ ചെക്ക് ചെയ്ത് നാളെ ഇതിൻ്റെ പേരിലൊരു ഇനി ജോയിൽ പോയി കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇത് കാണാതെ പോയി, അത് കളഞ്ഞു പോയി എന്ന് പറയരുത്. ഞാനിപ്പോൾ കൊണ്ടുപോകുക, ഇതിൻ്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കൊണ്ടുപോരുക ചെയ്തത്. ഇവിടെ വന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഡോക്ടറിനോട് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. കാരണം ഇവന് അവിടെയും കിടക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കഴിഞ്ഞാൽ അവർ ഇൻറ്റിമേഷൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. പിന്നെ ഇത് ഇത്രയും വിഷയം ആയത് പുറത്തറിയണം എന്ന് വിചാരിച്ചത് നമ്മുടെ ജനയുഗം പത്രത്തിന്റെ എഡിറ്റർ ജിജിമോൻ സാറാ. നമുക്കിത് പുറത്തറിയിക്കാം എന്ന് പറഞ്ഞു. സ്ഥാപനത്തിന്റെ മാനേജർ പറഞ്ഞിരിക്കുന്ന അവർ കൂട്ടുകാർ തമ്മിൽ, അവിടെ ഉണ്ടായിരുന്ന ഈ സമപ്രായക്കാർ തമ്മിലുണ്ടായ കയ്യാങ്കളിയാണ് ഈ പരിക്ക് പറ്റാൻ കാരണമെന്നൊക്കെയാണ്. അല്ല, ഒരിക്കലും അങ്ങനെ കുട്ടികൾ തമ്മിലാണെങ്കിൽ അത് മാതാപിതാക്കളെ അറിയിക്കേണ്ടതില്ല. അങ്ങനെ ഇങ്ങനെ പിള്ളേര് തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്, എന്താന്ന് കാരണം അറിയത്തില്ല, നമ്മളോട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലും. ഞാൻ അവനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതല്ല, ഇവരായിട്ട് നമ്മളോട് പറഞ്ഞതാ, കൊച്ചിനെ ഞങ്ങൾ പഠിപ്പിച്ചോളാം, നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ് ഇവരെ പരിചയപ്പെടുന്നത്? ഇവരുടെ അടുത്തേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ യൂട്യൂബിൽ കണ്ടതാ. അതിനു മുമ്പേ ഇവരുടെ ഈ പ്രാർത്ഥന പോലത്തെ കാര്യം നമുക്ക് പരിചയമുള്ള ഒരാള് ഇതുപോലെ പാസ്റ്ററിനെ ഒന്ന് നല്ലതാ, പ്രാർത്ഥനയ്ക്കൊക്കെ പോ എന്നൊക്കെ പറഞ്ഞു. നമ്മളിവിടെ പള്ളിയിലാ പോകുന്ന, ആസി പള്ളിയിലാണ്. ആരാ ബന്ധപ്പെട്ടിരുന്നത്? ആരാ ആളുടെ പേര്? അവിടെ ഞാൻ യൂട്യൂബിൽ തന്നെ നമ്പർ എടുത്തിട്ട് ബിനു വാഴമുട്ടം പാസ്റ്ററിനെ വിളിക്കുക ചെയ്തത്. അപ്പൊ തലേ ദിവസം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പിറ്റേ ദിവസം നിങ്ങൾ വരാനാ പറഞ്ഞു, വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനാ പറഞ്ഞു. എന്തായാലും ജെക്ക് അങ്ങനെയാണ് വലിയ തരത്തിലുള്ള ഭീഷണി ഈ സംഭവം നടന്നതിന് പിന്നാലെ ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നിരുന്നു. അതായത് ആ കുട്ടിയുടെ ജീവിതം തകർക്കും, അതുപോലെ തന്നെ വകവരുത്തി കളയും എന്ന തരത്തിലൊക്കെ ആ മാനേജർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ മാതാവ് ഇപ്പോൾ 24-നോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി രാഹുൽ, ഏതായാലും അലൗ ഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? അവർ ലൈസൻസ്ഡ് ആണോ? അതോടൊപ്പം തന്നെ എന്ത് കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് ഈ 17 വയസ്സുകാരനെ കള്ള പരാതിയിന്മേൽ
ഇത്ര ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത്? എന്താണ് ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ? ഇതിലേക്കൊക്കെ അന്വേഷണം പോകണം. ഇത്തരത്തിലുള്ള വിശ്വാസ സമൂഹത്തിന്റെ ഒക്കെ പേരിന്റെ അതിന്റെ മറവിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പുറത്തു വരണം. ഈ കുട്ടി അങ്ങനെ വലിയ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ മെഡിക്കൽ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ പരിശോധനകൾ ആവശ്യമാണ്. ഏതായാലും വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകും എന്ന് കരുതാം. 24 ഈ വാർത്ത പിന്തുടരുന്നതുമായിരിക്കും. ഇന്ന് ഈ വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യനും അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.